ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം സീതാരാമായ നമഃ. രാമായണ കഥകൾ അയോധ്യാകാന്ഡം ഭാഗം 2 ശ്രീരാമാഭിഷേക ആരംഭം. കുലഗുരുവായ വസിഷ്ഠമുനിയെ വിളിച്ച് ദശരഥ മഹാരാജാവ് പറയുകയാണ്: പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരുമെല്ലാം ശ്രീരാമനെയാണ് എപ്പോഴും പ്രശംസിക്കുന്നത്. ശ്രീരാമൻ്റെ ഓരോ ഗുണഗണങ്ങളും കണ്ടിട്ട് പൗരജനങ്ങൾക്ക് ഉള്ളിൽ ആഹ്ലാദമുണ്ട്. അതിന് യാതൊരു സംശയവും ഇല്ല. എനിക്കാണെങ്കിലോ വാർദ്ധക്യം ബാധിച്ചു. ആയതിനാൽ പുത്രരിൽ മൂത്തയാളായ രാമനെ രാജ്യപരിപാലനാർത്ഥം വൈകാതെ തന്നെ അഭിഷേകം ചെയ്യിക്കണം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാൻ ഞാൻ ഇപ്പോഴിതാ കൽപ്പിക്കുന്നു. ഇപ്പോഴാണെങ്കിലോ അമ്മാവനെ കാണാനായിട്ട് പോയ ഭരത ശത്രുഘ്നന്മാർ എത്തിയിട്ടുമില്ല. അടുത്ത ദിവസം പുഷ്യനക്ഷത്രമാണ്, നല്ല മുഹൂർത്തമുള്ള ദിവസം. ആയതിനാൽ ഇനി അവർ വരുന്നതിന് കാത്തു നിൽക്കേണ്ട, ഉടൻ തുടങ്ങിക്കോളൂ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. അങ്ങ് തന്നെ ഇക്കാര്യം രാമനോട് സന്തോഷപൂർവ്വം അറിയിക്കണം. തോരണങ്ങൾ ഒക്കെ ഉയർത്തുക. ഭംഗിയുള്ള പതാകകൾ ഉയർന്നു കാണണം. ദിക്കുകളൊക്കെ മുഴങ്ങുമാറ് ഉച്ചത്തിൽ പെരുമ്പറ വേണം. എല്ലാം മുനി തന്നെ വേണ്ടതെന്തെന്ന് വെച്ചാൽ പറഞ്ഞ് ശരിയാക്കണം. പിന്നെ സുമന്ത്രരെ നോക്കി രാജാവ് പറഞ്ഞു: എന്തൊക്കെയാണോ വസിഷ്ഠമുനിക്ക് വേണ്ടത് അതെല്ലാം ഒരുക്കി കൊടുക്കണം. നാളെ തന്നെ രാമൻ്റെ അഭിഷേകം നടത്തണം. ഇതു കേട്ട സുമന്ത്രർ വസിഷ്ഠമുനിയോടായി പറഞ്ഞു: എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് അരുളി ചെയ്തോളൂ. എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം. അപ്പോൾ മുനി സുമന്ത്രരോടായി പറഞ്ഞു: സുന്ദരികളായ കന്യകമാരെയെല്ലാം ഒരുക്കി നിർത്തണം. ആനകളെയും പൊന്നണിയിച്ച് നിർത്തണം. ദിവ്യ തീർത്ഥങ്ങളിൽ നിന്നുള്ള 1000 സ്വർണകലശങ്ങളും അതിൻ്റെ വായ് പർണം കൊണ്ട് കെട്ടി വയ്ക്കുകയും വേണം. പുത്തൻ പുലിത്തോൽ വരുത്തണം. നല്ല മുത്തുക്കുടകളാൽ മണികളാൽ അലങ്കൃതമായ വസ്ത്രങ്ങളും മാലകൾ ആഭരണങ്ങൾ എല്ലാം വേണം. പിന്നെ മുനിജനങ്ങളും വേണം സഭയിൽ. നർത്തകർ, ഗായകർ എല്ലാവരും മുറ്റത്ത് നിരന്ന് നിൽക്കണം. ദിവ്യവാദ്യങ്ങളും വേണം. ദേവാലയങ്ങൾ തോറും ദീപാലങ്കാരങ്ങൾ വേണം. മറ്റു രാജാക്കന്മാരെയെല്ലാം വരുത്തണം. വളരെ ശോഭയോടെ വേണം രാമൻ്റെ അഭിഷേകം ആഘോഷിക്കാൻ. ഇങ്ങനെയെല്ലാം സുമന്ത്രരോട് പറഞ്ഞ് ഏൽപ്പിച്ച് വസിഷ്ഠമുനി തേരിൽ കയറി. തേര് നേരെ ചെന്നു നിന്നത് ദാശരഥിയുടെ ഗൃഹത്തിനു നേരെ. ഇതറിഞ്ഞ രാമൻ പെട്ടെന്നു തന്നെ വന്ന് ദണ്ഡനമസ്കാരം ചെയ്തു. മുനി വരികയാണല്ലോ, അപ്പോൾ മുനി വരുമ്പോൾ നന്നായിട്ട് സ്വീകരിക്കണ്ടേ. നമസ്കാരം ചെയ്ത് മുനിക്ക് നല്ല രത്നാസനം കൊടുത്ത് ഇരുത്തി ഭാര്യയോടൊന്നിച്ച് തൃക്കാൽ കഴുകിച്ചു. ആ പാദാബ്ജ തീർത്ഥം ശിരസിൽ ധരിച്ചു. എന്നിട്ട് പറഞ്ഞു: അങ്ങയുടെ പാദതീർത്ഥം ധരിച്ച കാരണം ഞാൻ പുണ്യവാനായി ഗുരു. ഇത് കേട്ടു മന്ദഹാസത്തോടെ മുനി പറഞ്ഞു: അങ്ങയുടെ വാക്കുകൾ വളരെ നല്ലതു തന്നെ.
ഞാൻ ഒരു കാര്യം പറയട്ടെ നൃപാത്മജ. സാക്ഷാൽ പരബ്രഹ്മമായ പരമാത്മാവ്, മോക്ഷതൻ, നാനാജഗന്മയൻ ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടൊപ്പം ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചത് ജനങ്ങളുടെ ഉപകാരാർത്ഥം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. രാവണനെ കൊന്ന് ദേവന്മാരുടെ താപം കളയണം, ഭക്തജനങ്ങൾക്ക് മുക്തി ലഭിക്കണം. ഇതിനെല്ലാം വേണ്ടിയാണല്ലോ അങ്ങ് ഇപ്പോൾ മനുഷ്യനായിട്ട് അവതരിച്ചത്. ദേവകാര്യാർത്ഥമാണ് അങ്ങ് പിറന്നതെന്ന കാര്യം ഞാൻ വെളിച്ചത്തിടാത്തതാണ്. മായയാൽ മനുഷ്യനായി പിറന്നതാണെന്ന അങ്ങ് എൻ്റെ ആചാര്യനാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങ് സാക്ഷാൽ ചരാചരാചാര്യൻ തന്നെയാണ്. ഞാൻ ഇപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി പുരോഹിത കർമ്മം അനുഷ്ഠിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് പറഞ്ഞ് വസിഷ്ഠമുനി രാമനോടായി വീണ്ടും പറയുന്നു. ഇപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങേക്ക് അടുത്ത ദിവസം അഭിഷേകമുണ്ട്. അത് പറയാനാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ആയതിനാൽ സീതാദേവിയുമൊത്ത് ഉപവാസം ചെയ്യണം, ബ്രഹ്മചര്യത്തോടെ ഇരിക്കണം. നിങ്ങൾ വൈകാതെ പ്രഭാതത്തിൽ തന്നെ അവിടെ എത്തണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ അവിടേക്ക് പോകട്ടെ എന്നു പറഞ്ഞ് മുനി തേരിൽ തിരിച്ചു കയറി. അതിനുശേഷം രാമൻ നന്നായി ചിരിച്ച് ലക്ഷ്മണനോടായി ഇപ്രകാരം പറഞ്ഞു. താതൻ എനിക്ക് സന്തോഷത്തോടെ അഭിഷേകം ചെയ്യിക്കുന്നുണ്ട്. ഞാൻ ഒരു കർത്താവ് മാത്രം, നീ രാജ്യഭോക്താവും ആയതിനാൽ ഉത്സവത്തിന് കോപ്പ് കൂട്ടിക്കോളൂ. നമ്മൾ സമന്മാരാണ്. ഇതിന് നമ്മോട് മത്സരിക്കാൻ ആരും തന്നെ-ഇല്ല. വസിഷ്ഠമുനി ദശരഥ സന്നിധിയിൽ എത്തി. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകത്തെപ്പറ്റി പറയുന്നത് കേട്ട ഏതോ ഒരാൾ പോയി കൗസല്യയോടും സുമിത്രയോടും കാര്യം അറിയിച്ചു. അത് വളരെ സന്തോഷത്തോടെ ആണ് അവർ കേട്ടത്. ലക്ഷ്മി ഭഗവതിയെ സന്തോഷത്തോടെ അവർ പൂജിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീരാമൻ്റെ രാജ്യാഭിഷേകത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം, കേട്ടറിയാം. എന്തായിരിക്കും ഭവിഷ്യത്ത്, എന്തായിരിക്കും ഇവരുടെ തീരുമാനം നടപ്പിലാക്കുന്നത്, നാളെ നമുക്ക് കാണാം. കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ജയ് ശ്രീറാം.